നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ തകർത്താടി 2000-ൽ പുറത്തിറങ്ങിയ നരസിംഹ എന്ന സിനിമയിലെ താരങ്ങളുടെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും പ്രായമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ രാവണപ്രഭു വല്യേട്ടൻ എന്ന മൂവിയുടെ കാര്യങ്ങളൊക്കെ ഇറക്കിയിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു നരസിംഹത്തിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രാവണപ്രഭു വല്യേട്ടൻ നരസിംഹ എന്നീ സിനിമകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിൻ്റെ റിലീസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സിനിമകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സിനിമ ആ സമയത്ത് കണ്ടിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടുള്ളത് ശാരദയായിട്ട് നമ്മൾ അഭിനയിച്ച ഭാരതിയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഭാരതിയുടെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ ഭാരതിയുടെ പ്രായം 75 അടുത്തത് ജയകൃഷ്ണനായി അഭിനയിച്ച വിജയകുമാറാണ്. വിജയകുമാർ സിനിമയിൽ അഭിനയിച്ചപ്പോൾ വിജയകുമാറിന്റെ പ്രായം 28 ആയിരുന്നു. ഇപ്പോൾ പ്രായം 57. അടുത്തത് നമ്മുടെ കലാഭവൻ മണി ചേട്ടനാണ്. കലാഭവൻ മണി ചേട്ടൻ ഈ ഒരു സിനിമയിൽ ഭരതൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ കലാഭവൻ മണിയുടെ പ്രായം 29 ആയിരുന്നു. 2006-ൽ കലാഭവൻ മണി അന്തരിച്ചു. അടുത്തത് സാദിഖ് ആണ്. സാദിഖ് ഈ ഒരു സിനിമയിൽ ഗോവിന്ദൻ കുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്, ഇന്ദുചൂടൻ്റെ കൂട്ടുകാരനായിട്ട്. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സാദിഖിൻ്റെ പ്രായം 29 ഇപ്പോൾ സാദിഖിൻ്റെ പ്രായം 54. അടുത്തത് ഇർഷാദ് ആണ്. ഇർഷാദ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇർഷാദിൻ്റെ പ്രായം 21 ഇപ്പോൾ പ്രായം 46. ഗോപാലൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഇർഷാദ് അഭിനയിച്ചിരുന്നത്. അടുത്തത് VK ശ്രീരാമനാണ്. VK ശ്രീരാമൻ വേണുമാസ്റ്റർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 47 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 72. അടുത്തത് മണിയമ്പിള്ള രാജു ആണ്. CI ഹബീബ് എന്നൊരു കഥാപാത്രമായിരുന്നു മണിയമ്പിള്ള രാജു ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെ പ്രായം 47 ഇപ്പോൾ പ്രായം 70. അടുത്തത് SP മണപ്പള്ളി സുധീരനായിട്ട് അഭിനയിച്ചിരുന്ന സായികുമാറാണ്. സായികുമാറിൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രായം 37 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62. അടുത്തത് EA രാജേന്ദ്രനാണ്. രാമകൃഷ്ണൻ എന്നൊരു കഥാപാത്രമായിരുന്നു EA രാജേന്ദ്രൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അത് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 38 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 64. അടുത്തത് നമ്മുടെ സ്ഫടികം ജോർജ് ആണ്. കല്ലേട്ടി വാസുദേവൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. സ്ഫടികം ജോർജിൻ്റെ അപ്പോഴത്തെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സാണുള്ളത്. അടുത്തത് മോഹൻ രാജാണ്. ഭാസ്കരൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 44 2024-ൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ഭീമൻ രഘു ആണ്. DYSP ശങ്കരനാരായണൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഭീമൻ രഘുവിൻ്റെ പ്രായം 47 ഇപ്പോൾ പ്രായം 72. അടുത്തത് TP മാധവൻ ആണ്. TP മാധവൻ ഈ ഒരു സിനിമയിൽ KS രാമൻ നായർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 65 ആയിരുന്നു. 2024-ൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് അഗസ്റ്റിൻ ആണ്. ഏറാടി എന്നൊരു കഥാപാത്രമായിരുന്നു അഗസ്റ്റിൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അഗസ്റ്റിൻ്റെ പ്രായം 45 ആയിരുന്നു. 2013-ൽ അന്തരിച്ചു. അടുത്തത് കുതിരവട്ടം പപ്പു ആണ്. കുതിരവട്ടം പപ്പു ഷാരടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അദ്ദേഹം 64 വയസ്സിലാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അതേ വർഷം അദ്ദേഹം അന്തരിച്ചു. അടുത്തത് റീനയാണ്. അനുരാധയുടെ അമ്മയായിട്ടാണ് റീന അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 42 ആയിരുന്നു. റീനയുടെ ഇപ്പോഴത്തെ പ്രായം 67. അടുത്തത് കൊല്ലം അജിത്ത് ആണ്. കൊല്ലം അജിത്ത് ഈ സിനിമയിൽ വാസുദേവൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. കൊല്ലം അജിത്ത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 38 ആയിരുന്നു. 2018-ൽ കൊല്ലം അജിത്ത് അന്തരിച്ചു. അടുത്തത് കോഴിക്കോട് നാരായണൻ നായരാണ്. ഈ സിനിമയിൽ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 58 ആയിരുന്നു. ഇപ്പോൾ പ്രായം 83. അടുത്തത് പൊന്നമ്മ ബാബു ആണ്.
ജയലക്ഷ്മി ടീച്ചർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൊന്നമ്മ ബാബുവിൻ്റെ പ്രായം 36 ഇപ്പോൾ പ്രായം 61. അടുത്തത് NF വർഗീസാണ്. മണപ്പള്ളി പവിത്ര എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 51. 2002 അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ഐശ്വര്യ ഭാസ്കരനാണ്. ഈ ഒരു സിനിമയിൽ അനുരാധ എന്നൊരു മെയിൻ കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഐശ്വര്യയുടെ പ്രായം 28. ഇപ്പോൾ ഐശ്വര്യയുടെ പ്രായം 54. അടുത്തത് ജഗന്നാഥൻ വർമ്മയാണ്. ഈ സിനിമയിൽ ജസ്റ്റിസ് പിള്ളയായിട്ടാണ് ജഗന്നാഥൻ വർമ്മ അഭിനയിച്ചിരുന്നത്. 61 വയസ്സായിരുന്നു അഭിനയിക്കുമ്പോൾ. അദ്ദേഹം 2016 അന്തരിച്ചു. അടുത്തത് നരേന്ദ്രപ്രസാദാണ്. കല്ലൂർ മൂപ്പിൽ നായർ എന്ന കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെ പ്രായം 54. 2003 നരേന്ദ്രപ്രസാദ് അന്തരിച്ചു. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. പൂവള്ളി ചന്ദ്രഭാനു എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 49. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74. അടുത്തത് തിലകനാണ്. എക്സ് ജസ്റ്റിസ് മാറഞ്ചേരി കരുണാകരൻ നായർ എന്നൊരു കഥാപാത്രമായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തിലകൻ്റെ പ്രായം 49. 74 വയസ്സാണ് തിലകനുള്ളത്. അടുത്തത് കനകയാണ്. കനക ഈ സിനിമയിൽ ഇന്ദുചൂടൻ്റെ പെങ്ങളായിട്ടാണ് അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കനകയുടെ പ്രായം 27. ഇപ്പോൾ കനകയുടെ പ്രായം 52. അടുത്തത് അൽഫോൺസ് എന്ന ഐറ്റം ഡാൻസർ ആയിരുന്നു. ഈ സിനിമയിലെ ഒരു മെയിൻ സോങ്ങിൽ അൽഫോൺസ് വന്നിരുന്നു. അൽഫോൺസ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അൽഫോൺസയുടെ പ്രായം 30. ഇപ്പോൾ അൽഫോൺസയുടെ പ്രായം 55. അടുത്തത് ക്യാമിയോ റോളിൽ വന്ന നമ്മുടെ മമ്മൂക്കയാണ്. മമ്മൂക്കി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂക്കയുടെ പ്രായം 49. ഇപ്പോൾ മമ്മൂക്കയുടെ പ്രായം 74. അടുത്തത് നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയിൽ ഇന്ദുചൂടനായിട്ട് അഭിനയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം 40 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 65. അപ്പോൾ ഇതാണ് ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും വയസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ അന്നത്തെ കാലത്ത് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏത് സിനിമയുടെ റിലീസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏത് സിനിമയുടെ ഇതുപോലത്തെ താരങ്ങളുടെ പ്രായം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് പ്രകാരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോസ് കാണുന്നതായിട്ടുമായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.